ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീറ്റെയിൽ ബിസിനസ് മേഖലയിലെ ബിസിനസ്സുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചലഞ്ചസിനെയും അതിനുള്ള സൊല്യൂഷനുകളെയും കുറിച്ചാണ്. ഇതൊരു വീഡിയോ സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. 3-4 സീരീസുകളായിട്ട് വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊരാൾക്കും ആരംഭിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് ബിസിനസ് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ പ്രത്യേക ഒരു എക്സ്പെർട്ടൈസോ ഒന്നും ആവശ്യമില്ല, പ്രത്യേകിച്ച് റീറ്റെയിൽ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന്. അതിലാകപ്പാടെ വേണ്ട ഒരു കഴിവ് എന്താണ്? ഉൽപ്പന്നങ്ങൾ എവിടെ കിട്ടും എന്നുള്ളത് അറിയുക, അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുക, ഒരു നിശ്ചിത ലാഭം ഇട്ടുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ബിസിനസ്സിന് ആവശ്യമുള്ളത്. ഇങ്ങനെ ബിസിനസ് ആരംഭിച്ച് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ബിസിനസ്സിൽ ഇത് മാത്രം പോരാ, ഇത് മാത്രം ഉള്ള അറിവ്, ഈ അറിവ് കൊണ്ട് മാത്രം ബിസിനസ് മുമ്പോട്ട് പോകില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ നമ്മളൊരു സ്ഥലത്തൊരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങുമ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്താ? അവിടെയുള്ള ആളുകളിൽ നിന്ന് ഒരു 25% അല്ലെങ്കിൽ 50% ആളുകൾ നമ്മളുടെ ഷോപ്പുകളിലേക്ക് എത്തും, അവർ നമ്മളുടെ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങും, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റുകളൊക്കെ കിട്ടും, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുമ്പോട്ട് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നത്. എന്നാൽ ബിസിനസ് ആരംഭിച്ച് 2 മാസം 3 മാസമൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ പ്രതീക്ഷയ്ക്ക് ഒത്ത് കസ്റ്റമേഴ്സ് വരുന്നില്ല, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല, ചെലവുകൾ വർദ്ധിച്ചു വരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് പിന്നെ ബിസിനസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീറ്റെയിൽ ബിസിനസ്സുകളിലെ ഇത്തരത്തിലുള്ള ചലഞ്ചസുകളെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം, അതിന് എന്തൊക്കെ സൊല്യൂഷനുകളാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു റീറ്റെയിൽ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഉൽപ്പന്നങ്ങളെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അത് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കസ്റ്റമറുടെ മുമ്പിലേക്ക് ആ ഉൽപ്പന്നങ്ങൾ അവരുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ എത്തിയെങ്കിൽ മാത്രമേ ആ ഉൽപ്പന്നങ്ങൾ അവിടെ വിൽപ്പന നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ വളരെ പ്രതീക്ഷയിലായിരിക്കും ഉൽപ്പന്നങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്. കാരണം ആ ഉൽപ്പന്നം ഇത്ര ലാഭമുണ്ട്, ലാഭത്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ കസ്റ്റമർ അത് സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം 2-3 ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒന്ന് പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ട്, പിന്നെ മിഡിൽ ക്ലാസ് കസ്റ്റമേഴ്സ് ഉണ്ട്, പിന്നെ ലോവർ ക്ലാസ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് വേറെയുണ്ട്. അപ്പൊ നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മളുടെ ഷോപ്പിലേക്ക് കടന്നു വരുന്ന കസ്റ്റമേഴ്സിൽ അവരുടെ പർച്ചേസ് ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റിയെ പറ്റി നമുക്ക് മനസ്സിലാക്കണം. അഥവാ അവരുടെ എക്കണോമിക്കൽ കണ്ടീഷൻ, ഫിനാൻസ് സിറ്റുവേഷൻ, അവർ ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ്? ഉദ്യോഗസ്ഥരാണോ ഏറ്റവും കൂടുതൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത്? അതല്ലെങ്കിൽ കൂലിപ്പണി പോലുള്ള പണികൾ എടുക്കുന്ന ആളുകളാണോ നമ്മുടെ ബിസിനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വരാൻ സാധ്യതയുള്ളത്? അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളാണോ എൻ്റെ ബിസിനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത്? എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് എൻ്റെ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഒരു ഉദാഹരണം പറയാം. ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളുടെ ഒരു ഗ്രോസറി ഷോപ്പ് ഉള്ളത് എങ്കിൽ നിങ്ങൾ അവിടെ ലോവർ ക്ലാസ് കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള ക്വാളിറ്റി ബേസ് അല്ലാത്ത വിലയെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ആ ഷോപ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അൺബ്രാൻഡഡ് ആയിട്ടുള്ള കുറെ ഉൽപ്പന്നങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ അവിടെ കൊണ്ടുവെക്കുക, കാരണം വില കുറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വിൽപ്പന കുറവായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ് ക്ലാസ് ആളുകളൊക്കെ ക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട്, ബ്രാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും പർച്ചേസ് നടത്തുക. അപ്പൊ നമ്മുടെ ടാർഗറ്റഡ് കസ്റ്റമറെ നമ്മൾ അറിയാതെ പോകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ തെറ്റായി പോകും. അത് നമ്മുടെ ബിസിനസ്സിനെ റോങ് ആയിട്ട് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ നമ്മൾ ആദ്യം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മറ്റൊന്ന്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന മറ്റൊരു തീരുമാനമാണ്
വെണ്ടേഴ്സ്, കടം തരുന്ന വെണ്ടേഴ്സിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ചെയ്യാറുള്ളത്. കടം നമ്മൾ അവര് പിന്നെ ബിൽ ടു ബില്ലോ അല്ലെങ്കിൽ ഒരു 10 days ക്രെഡിറ്റോ ഒക്കെ പറയുന്ന സമയത്ത് അവർ കൊണ്ടുവരുന്ന ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും അനലൈസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടാർഗറ്റഡ് കസ്റ്റമറെ പോലും നമ്മൾ മറന്നുപോകും. നമ്മൾ അവരിൽ നിന്ന് എന്ത് ചെയ്യും, ഉൽപ്പന്നങ്ങൾ വാങ്ങും, ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ റാക്കിൽ കയറ്റി വെക്കും. പക്ഷെ വിൽപ്പന നടക്കില്ല, അല്ലെങ്കിൽ കസ്റ്റമറെ നമ്മുടെ ഷോപ്പിലേക്ക് ആകർഷിക്കുന്നതിന് ഉതകുന്ന ഉൽപ്പന്നങ്ങളായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ മാറില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ, പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മളുടെ മാനേജ്മെന്റ് രീതികൾ, നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മുടെ റീറ്റെയിൽ ബിസിനസ്സുകളിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്